പ്രൈസ് ദി ലോർഡ്. പത്രോസ് കാണുകയാണ്, കടൽക്കരയിൽ യേശു നിൽക്കുകയാ. അത് കർത്താവാണെന്ന് കേട്ട മാത്രയിൽ കടലിലേക്ക് ചാടി നീന്തുകയാണ്. പത്രോസിന് മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു ക്രിസ്തു കടൽക്കരയിൽ നിൽപ്പുണ്ട്. പത്രോസിന്റെ കണ്ണുകൾ, പത്രോസിന്റെ ലക്ഷ്യം തിരകളെ മുറിച്ചുകൊണ്ട് അവൻ നീന്തുകയാ. തിരകളെ മുറിച്ചുകൊണ്ട് അവൻ നീന്തുകയാ. ഗനേസരത്തു തടാകത്തിന്റെ മുക്കും മൂലയും പത്രോസിനറിയാം. വലിയ മുക്കുവന അറിയത്തില്ലാത്ത കടലിന്റെ ഒരു ഭാഗങ്ങളുമില്ല. തിരകളെ മുറിച്ച് അവൻ നീന്തി കടൽക്കരയിൽ എത്തിച്ചേരുകയാ. ബാക്കിയുള്ളവര് വള്ളവും വലയും അവർ മീനൊന്നും കളഞ്ഞില്ല. മീനൊക്കെ വലിച്ച് വള്ളത്തിലിട്ടൊക്കെ അവർ വരുന്നതേ ഉള്ളൂ. പത്രോസ് അവിടെ ചെന്നിട്ട് ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുക. ഒറ്റ ലക്ഷ്യം, യേശു മാത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശു മാത്രമായിരിക്കണം ഈ ജീവിതത്തിൽ. കാരണം നമ്മളൊക്കെ മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. സ്വർഗത്തിൽ പോകണ്ടേ? വേണ്ടേ? വേണ്ടേ? വേണം. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, സ്വർഗത്തിൽ പോകണം. ഈശോയുടെ കൂടെ നിത്യതയിൽ എന്നൊരു ജീവിതം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ സ്വപ്നവും അതായിരിക്കണം. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പാണ് പാപസുഖങ്ങളുടെ പിന്നാലെ നമ്മൾ പോകത്തില്ല. എനിക്ക് യേശുവിന് വേണം, സ്വർഗം വേണം. അപ്പം പാപവും പാപസുഖവും എനിക്ക് വേണ്ട. എൻ്റെ ജീവിതം ക്രിസ്തുവിനുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാനിപ്പോൾ ഓർക്കുന്നൊരു സംഭവം, ഒരു വൈദികൻ, ഒരു കൊച്ചച്ഛനാ, ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടുള്ളൂ. കളത്തിപ്പടി ക്രിസ്ത്യനിൽ ധ്യാനിക്കാൻ വന്ന ഉത്തരേന്ത്യയിലാണ് അച്ഛൻ ജോലി ചെയ്യുന്നത്. മിഷണറിയാണ്. അവിടെ എനിക്കൊന്ന് മാണ്ടിയാണെന്ന് ഏതോ ഒരു രൂപതയിലെ സഭാംഗമാണ്. അച്ഛന് ആ ധ്യാനം കൂടുമ്പോൾ എന്നെ എടുക്കാൻ പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, അച്ഛ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഒറ്റ ഒരു കാര്യം വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, എന്താ? അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ആ സ്ഥലം ഉത്തരേന്ത്യയാണ്. അവിടെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണം, കർത്താവിന് വേണ്ടി സുവിശേഷം പരിചരണം, അനേകരെ യേശുവിന് വേണ്ടി നേടണം. അതിനുവേണ്ടി എനിക്ക് രക്തസാക്ഷിയാകണം. എൻ്റെ രക്തം അവിടെ വീഴണം, എൻ്റെ രക്തം അവിടെ വീഴണം. അവിടെ ആയിരങ്ങളെ എനിക്ക് ക്രിസ്തുവിന് വേണ്ടി നേടണം. എൻ്റെ ആഗ്രഹം അതാണ്. ബ്രദർ എനിക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് മുട്ടുകുത്തി നിന്നു. അച്ഛൻ പറയുക, എൻ്റെ രക്തം അവിടെ വീഴണം, അവിടെ ജനങ്ങൾ ക്രിസ്തുവിനെ അറിയണം, അനേകായിരങ്ങൾ യേശുവിലേക്ക് വരണം. അങ്ങനെ ഞാൻ ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത്ര തീഷ്ണമതി അച്ഛൻ, അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം പറയുക, എനിക്ക് ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഞാൻ കൊടുത്താൽ എനിക്ക് രക്തസാക്ഷിയാകണം, എൻ്റെ രക്തം അവന് വേണ്ടി ചിന്തണം, അനേകരെ ക്രിസ്തു വേണ്ടി നേടണം. അങ്ങനെയുള്ള തീപ്പൊരി വൈദികരുണ്ടെന്നേ. ഹല്ലേലൂയ. പത്രോസ് കടൽക്കരയിൽ എത്തിച്ചേർന്നപ്പോൾ കാണുന്ന കാഴ്ച, തീ കൂട്ടി വെച്ചിരിക്കുന്നു, അപ്പവും മീനും ഒക്കെ കാണുകയാണ്. പത്രോസിന്റെ ചങ്കിലൂടെ ഒരു ഇടിമിന്നൽ കടന്നുപോയി. തീ കണ്ടപ്പോൾ പത്രോസ് ഒന്ന് ഞെട്ടി. ഒരിക്കല് കൊട്ടാരമുറ്റത്തിരുന്ന് തീ കാഞ്ഞ സംഭവം പത്രോസിന്റെ ചങ്കിലൂടെ കടന്നു പോകുകയാണ്. പത്രോസിന്റെ ഹൃദയം മുറിഞ്ഞു. കണ്ടോ, അന്നിരുന്ന് തീ കാഞ്ഞതാ, ഓർക്കുന്നുണ്ടോ? അല്ലേ? തീ കാഞ്ഞു, അവിടെ ഇരുന്ന് തീ കാഞ്ഞു. ഈ തീ കണ്ടപ്പോൾ പെട്ടെന്ന് പത്രോസ് കൊട്ടാരമുറ്റത്തെ കാര്യം ഓർക്കുകയാണ്. അവനെ തള്ളിപ്പറഞ്ഞത്. ഗുരു അവിടെ തീയൊക്കെ കൂട്ടിയിരിക്കുക. എന്തിനാ? തൻ്റെ മക്കൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ശരീരമൊക്കെ തണുത്ത് മരവിച്ചായിരിക്കുന്നത്, വന്നൊന്ന് തീയെ പിടിക്കാൻ, അല്ലെ ശരീരമൊക്കെ ഒന്ന് ചൂടാക്കാൻ, ആ തണുപ്പൊന്ന് മാറ്റുവാൻ. അതുമാത്രമല്ല, അപ്പവും മീനുമൊക്കെ അവൻ തയ്യാറാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവൻ്റെ കാരുണ്യം അവസാനിക്കുന്നില്ല, അവൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല, അവൻ്റെ ആർദ്രത അവസാനിക്കുന്നില്ല, അവൻ്റെ ദയ അവസാനിക്കുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ക്രിസ്തു.
സ്നേഹം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നു. അതാണ് ക്രിസ്തു. അവന്റെ ഓരോ കോശങ്ങളിലും സ്നേഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടൊന്ന് സ്തുതിച്ചേ, എല്ലാവരും മാതോർന്ന് സ്തുതിച്ചേ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. പത്രോസിന്റെ ചങ്കൊന്ന് പെടഞ്ഞു, ഹൃദയമൊന്ന് പെടഞ്ഞു. ആ തീ കൂട്ടിയിരിക്കുന്ന കണ്ടപ്പോൾ ആ പഴയ ഓർമ്മ, കൊട്ടാരമുറ്റത്തേക്ക് ഓർമ്മകൾ പോയി. ഹല്ലേലൂയ. യേശു അപ്പോഴത്തേക്കും യോഹന്നാനും എല്ലാം കൂടെ വള്ളവും മീനും വലയൊക്കെ ആയിട്ട് വന്നു. യേശു പറയുകയാണ്, മക്കളെ വന്ന് പ്രാതൽ കഴിക്കുക. എന്തൊരു സ്നേഹമല്ലേ, എന്തൊരു സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. മക്കളെ വന്ന് പ്രാതൽ കഴിക്കുക. അതൊരു അമ്മയുടെ സ്നേഹമാണ്. ദൈവത്തിൽ രണ്ട് സ്നേഹമുണ്ട്. പിതൃത്വത്തിൻ്റെ സ്നേഹവും മാതൃത്വത്തിൻ്റെ സ്നേഹവും. അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും ദൈവത്തിനുണ്ട്. അവർക്ക് അനുഗ്രഹിച്ചു, വല നിറച്ച് മീനെ കൊടുത്തു. അത് അപ്പൻ്റെ സ്നേഹമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, തൻ്റെ മക്കൾക്ക് ഇരിക്കട്ടെ മീൻ്റെ സമൃദ്ധി. അപ്പൻ്റെ സ്നേഹവും കരുതലും. മീനെ കിട്ടി. കര വന്നപ്പോഴേ തീ കൂട്ടിയിരിക്കുന്നു, അപ്പവും മീനും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇതാരുടെ സ്നേഹമാണ്? ആരുടെ സ്നേഹമാണ്? അമ്മയുടെ സ്നേഹമാണ്. ഞങ്ങളുടെ മക്കൾ ഇപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഉണ്ട്, പലരുടെയും മക്കളൊക്കെ വിദേശത്തുണ്ട്. അമ്മമാർക്കറിയാം മകളുടെ ഇഷ്ടപ്പെട്ട ആഹാരം അറിയാം, അല്ലേ? അറിയത്തില്ലേ? അറിയാം. അവിടുന്ന് യു കെയിലായിരിക്കും, അവിടുന്ന് കയറി, അല്ലെ യൂസിലോ എവിടെങ്കിലും ആട്ടെ കയറി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കറിയാം മോന് അല്ലെ മോക്ക് ഇഷ്ടപ്പെട്ട ആഹാരം. മോന് കപ്പയും പന്നിയിറച്ചിയ ഇഷ്ടം. അമ്മ അപ്പനോട് പറയും, ചെറുക്കൻ ഭാര്യയും പിള്ളേരും ഒക്കെ വരുന്നുണ്ട്, അവൻ്റെ ഏറ്റവും ഇഷ്ടം കപ്പയും പന്നിയിറച്ചിയാണ്. എവിടെ നിന്നൊരു 3-4 കിലോ പച്ചക്കപ്പയും 2 കിലോ പന്നിയിറച്ചിയും മേടിച്ചിട്ടുണ്ട്. റെഡിയാത് അമ്മ, ഇതൊക്കെ റെഡിയാണ്. കാരണം മോൻ വരുന്നു. നെടുമ്പാശ്ശേരി വരുമ്പോൾ തന്നെ വീട്ടിൽ കപ്പയും പന്നിയിറച്ചി റെഡി. മരുമൊക്കെ ഇഷ്ടപ്പെട്ടത്, കൊച്ചുമക്കൾക്ക് എല്ലാം വീട്ടിൽ അമ്മ റെഡിയാക്കി വെച്ചിരിക്കുക. ഇതല്ലേ അമ്മയുടെ സ്നേഹം, അല്ലേ? ഞങ്ങളുടെ നാട്ടിലെ അമ്മമാരൊക്കെ ഇങ്ങനെയാണ്. ഈ അമ്മമാരൊന്നും മിണ്ടുന്നില്ലല്ലോ. അങ്ങനല്ലേ അമ്മമാര്? അല്ലെന്ന് ഒന്ന് പറ, അത് കേൾക്കാൻ കൊതിയുണ്ടാകും കേട്ടോ. എനിക്ക് അമ്മയുണ്ടായിരുന്നു, മമ്മി മരിച്ചുപോയി. ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഇന്നും കുർബാനയിലൊക്കെ പ്രാർത്ഥിച്ചു. 69 വയസ്സുണ്ടായിരുന്നു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച, പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അന്ന് ഞാനൊരു പ്രോഗ്രാമിലാണ്. അന്ന് രാവിലെ പ്രോഗ്രാമിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് മെസ്സേജ് നൽകി, ധ്യാനം കൺവെൻഷനാണ്, മരിയൻ കൺവെൻഷനാണ്. 1 മണിക്കൂർ മുമ്പേ ഇന്ന് കൺവെൻഷൻ അവസാനിപ്പിക്കണം. അന്ന് പാമ്പാടി ഗുഡ് ന്യൂസിലാണ്. ഞാൻ ജോസഫിനോട് പറഞ്ഞ, അച്ഛാ ഒരു 4 മണിയാകുമ്പോൾ കൺവെൻഷൻ ഇന്ന് അവസാനിപ്പിച്ചോട്ടെ എന്ന് ചെയ്തു. ഞാൻ പറഞ്ഞ, അച്ഛൻ ലാസ്റ്റ് കൺവെൻഷൻ തീരുകയാണ്, അച്ഛനും വരണം ശുശ്രൂഷയ്ക്ക്, അച്ഛൻ വന്നേക്കാന്ന് പറഞ്ഞു. 5 മണിക്ക് തീരുന്ന കൺവെൻഷൻ 4 മണിക്ക് ഞാൻ അവസാനിപ്പിച്ചു. ലാസ്റ്റ് അഭിഷേക പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. അത് ഉടൻ പോരുകയും ചെയ്തു. അപ്പം എൻ്റെ ടീമങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരുന്ന വഴി ഇങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് വരുന്നു. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള അച്ഛന് വീണു, ബൈക്കിൽ നിന്ന് വീണ്. അച്ഛൻ ആശുപത്രിയാന്ന് പറഞ്ഞു. അപ്പോൾ വന്ന വഴി അച്ഛനെ കയറി കണ്ടു. അങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ച് സമയം ലേറ്റായി. ഇവിടെ പല സ്ഥലങ്ങളിൽ ടീമങ്ങളെല്ലാവരും ഇറങ്ങി. ലാസ്റ്റ് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് വരുമ്പോൾ എൻ്റെ അനിയൻ ഫോൺ വിളിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ നാട്ടിൽ മുക്കുട്ടുറ എന്ന സ്ഥലം, അതിനടുത്തുള്ള അവിടുത്തെ ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു 1 കിലോമീറ്റർ പറയില്ല എത്താൻ, ഹോസ്പിറ്റലിൽ എത്താൻ 1 കിലോമീറ്റർ കാണും. അനിയൻ വിളിക്കുന്നു, മമ്മിക്ക് ചങ്ങരമേനായിട്ട് ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ഞാൻ ഇവിടെ. ഞാൻ വേഗം എത്തിയേക്കാന്ന്. ഞാൻ ആശുപത്രി ചെന്നപ്പോഴത്തേക്കും മരിച്ചു കഴിഞ്ഞു. ഞാൻ മുറി ചെന്ന് അവിടെ ഐസിയിൽ കിടക്കട ചെന്ന് ഇങ്ങനെ മുഖത്തൊക്കെ പിടിച്ചു നോക്കുമ്പോൾ മുഖത്തൊക്കെ ചൂടുണ്ട്. ശരീരത്തെ ചൂടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മരിച്ചു. 69 വയസ്സുണ്ടായിരുന്നത്. ഹല്ലേലൂയ. നല്ലൊരു അമ്മയായിരുന്നു. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. ഞാനൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുമായിട്ടൊരു പ്രവർത്തനമായിരുന്നു, പ്രൊഫഷണൽ നാടകനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും രാത്രി ചിലപ്പം 11 മണി 12 മണി പാർട്ടിയും അല്ലെങ്കിൽ നാടകവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ ചിലപ്പോൾ 11 മണി 12 മണി അല്ലെങ്കിൽ 1 മണിക്കൊക്കെ ആയിരിക്കും വരുന്നത്. വന്നിട്ട് കഥകെ മുട്ടിയാൽ ആ സമയം അമ്മ ഉറങ്ങി കാണത്തില്ല, മമ്മി ഉറങ്ങി കാണില്ല. അന്നേരം ഒന്ന് കഥ ഉറക്കും. എന്നാ താമസം ചോദിക്കും, ഞാൻ കാര്യം പറയും. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ
ഭക്ഷണം എടുത്തു വെച്ചേക്കും. എല്ലാവരും കിടന്ന് ഉറങ്ങി കാണും. ഭക്ഷണം എടുത്തു വെച്ചേക്കും, ചോറും കറിയും ഒക്കെ ആയിട്ട്. ഞാൻ പോയിരുന്ന് ചിലപ്പം മമ്മിയും അവിടെ വന്നിരിക്കും. ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ മമ്മി ഇല്ലെങ്കിൽ എഴുന്നിട്ട് ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ കഴിവിച്ചിട്ട് ഞാൻ പോയി കിടക്കും. ഇപ്പോഴും ഓർക്കുന്നത്, എപ്പം ചെന്ന് വിളിച്ചാലും 1 മണിക്കോ 2 മണിക്കോ എപ്പോൾ വിളിച്ചാലും ഒറ്റ വിളിച്ചാൽ മതി, ആ സമയം ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല, ഉറങ്ങില്ല. ഇതാണ് അമ്മമാരുടെ സ്നേഹവും കരുതലും എന്ന് പറയുന്നത്. അത് ശരിക്കും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും ആ സ്നേഹം അറിയാം, മക്കളോടുള്ള ആ സ്നേഹവും കരുതലും. അവിടെ യേശു അപ്പവും മീനും കരുതി വെച്ചിരിക്കുകയാ. അത് അമ്മയുടെ സ്നേഹമാ, മാതൃത്വത്തിന്റെ സ്നേഹമാ വെളിപ്പെടുന്നത്. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കത്തില്ല. അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ടല്ലേ. അമ്മമാർ കുഞ്ഞുങ്ങളെ മറന്ന സംഭവങ്ങളും കൊന്ന സംഭവങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മ മറന്നു പോയേക്കാം, പക്ഷേ അപ്പൻ മറന്നേക്കാം. പക്ഷെ ഒരിക്കലും യേശു നമ്മളെ മറക്കത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും മറക്കാത്ത സ്നേഹം, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം, അനന്തമായ സ്നേഹം, മാറ്റമില്ലാത്ത സ്നേഹം. ആ സ്നേഹമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അമ്മയുടെ സ്നേഹത്തോടെ അവിടെ അപ്പവും മീനുമൊക്കെ കരുതി വെച്ച് യേശു ഇരിക്കുകയാ. മക്കളെ വന്ന് പ്രാതൽ കഴിക്കുക. ആ സ്നേഹം അവർ അനുഭവിക്കുക. അപ്പസ്തോലന്മാര് ആ സ്നേഹം അവിടെ അനുഭവിക്കുക. തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കി കരുതിയിരിക്കുന്ന ഒരു ദൈവം, അവനാണ് ക്രിസ്തു. എന്നെയും നിങ്ങളെയും ഇതുപോലെ അവൻ കാത്തിരിക്കുകയാ, അവൻ കരുതുകയാ. നിനക്ക് കുറവുണ്ടാവത്തില്ല, നിന്റെ കുറവുകളെല്ലാം അവൻ നിറവാക്കി മാറ്റും. അപ്പം വേണ്ടവന് അപ്പം അവൻ തരും. ഹല്ലേലൂയ. അഭിഷേകം വേണ്ടവന് അവൻ അഭിഷേകം തരും. ഒരിക്കലും കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. അപ്പവും മീനുമൊക്കെ അവർ നന്നായിട്ട് ഭക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് സന്തോഷമായി. യേശുവിനെ അവർ ആഴത്തിൽ ആ സ്നേഹം അനുഭവിച്ചറിയുക. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഒരിക്കലും അസ്തമിക്കാത്ത പിതൃത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ആ വലിയ സ്നേഹം ഒഴുകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ക്രിസ്റ്റീനിൽ ധ്യാനം നടക്കുമ്പോൾ വന്ന് എൽസമ്മ എന്നൊരു സഹോദരി, ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു പോകത്തില്ല. ഇന്ന് ഞാനിങ്ങനെ കുർബാനയുടെ സമയത്ത് അവരെ ഓർത്തു, ഒത്തിരി വർഷം കൂടി ഓർക്കുന്നു. അവർ തൻ്റെ മകനെയുമായിട്ട് ധ്യാനിക്കാനായിട്ട് വന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ മകന് എൻജിനീയറിംഗ് കഴിഞ്ഞതാണ്. അവൻ്റെ തലയ്ക്കകത്ത് ട്യൂമറായിരുന്നു. ആദ്യം ട്യൂമർ ഓപ്പറേഷൻ ചെയ്തു. ആ ചേച്ചി സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഭർത്താവ് മദ്യപാനി, മോശം ജീവിതം, ഒത്തിരി പ്രതികൂലങ്ങളിൽ ജീവിച്ചു. അവസാനം ജീവിക്കാൻ ഒരു മാർഗമില്ലാഞ്ഞിട്ടാണ് നഴ്സിംഗൊക്കെ പഠിച്ചവർ പോയി സൗദിക്ക് കയറി പോകുന്നു. 2 ആൺമക്കളുണ്ട്. അന്ന് ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ രണ്ടാമത്തെ മകൻ +2 പഠിക്കുന്നു. 2 ആൺപിള്ളേർ, നല്ല പിള്ളേരാണ്. അപ്പോൾ ഈ മൂത്ത മോൻ്റെ തലയിൽ ട്യൂമർ ഓപ്പറേഷൻ ചെയ്തു. ആദ്യം ധ്യാനത്തിന് വരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ മകൻ്റെ ഈ തലയുടെ ഈ ഭാഗം ഇങ്ങനെ വലിയ ഒരു മുഴയാണ്. ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുകയാണ്, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന പയ്യനാണ്. ഈ ചേച്ചിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഈ ചേച്ചി, ഭർത്താവ് തോന്നിവാസ ജീവിതമാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ പിന്നെ പല ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. തോന്നിവാസ ജീവിതമാണ്. മക്കളെ അന്വേഷിക്കത്തില്ല, ഭാര്യയെ അന്വേഷിക്കത്തില്ല, അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യൻ. ഈ ചേച്ചി കഷ്ടപ്പെട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയ മക്കളെ പഠിപ്പിച്ചതും, ഈ മോന് ഈ രോഗാവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ട്യൂമർ വളർന്നു. അപ്പം അന്ന് വരുമ്പോൾ ഇവിടെ വലിയൊരു മുഴയായിട്ടാണ് ഈ മകൻ അന്ന് ധ്യാനത്തിന് വന്നത്. അന്ന് ശരിക്കും ഞാൻ അവർക്ക് വേണ്ടി അവരുടെ വിഷമം, ആ ചേച്ചിയുടെ വിഷമമൊക്കെ കേട്ടു. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ ധ്യാനം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയി. പിറ്റേ മാസം വീണ്ടും ധ്യാനിക്കാനായിട്ട് വന്നു. പിറ്റേ മാസം വരുമ്പോഴും ഈ മുഴ, ഇവിടുത്തെ മുഴ വീണ്ടും അങ്ങോട്ട് വലുതായിട്ടിരിക്കുക. ആ മോൻ മരിച്ചുപോയി കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ചേച്ചി എന്നോട് പറയുക, ബ്രദറെ, ഈ കുഞ്ഞ് ഈ രോഗാവസ്ഥയിലായിട്ടും ഭർത്താവിനെ വിവരം അറിയിച്ചിട്ടും ആശുപത്രി കിടക്കുമ്പോൾ അല്ലെ വീട്ടിൽ കിടക്കുമ്പോൾ ഒന്ന് കാണാൻ പോലും ആ മനുഷ്യൻ വന്നിട്ടില്ല. അത്രമാത്രം കടുത്ത ഹൃദയമുള്ള, മോശമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഭർത്താവ്. അദ്ദേഹത്തിന് വേറൊരു സ്റ്റൈൽ ജീവിതമാണ്. പാപത്തിൻ്റെയും തോന്നിവാസമൊക്കെ ഉള്ള ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. ഈ കുഞ്ഞുങ്ങളെ ഈ അവസ്ഥയിൽ പോലും നോക്കിയില്ല. 2ാമത് ധ്യാനത്തിൽ വന്നപ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞു. ആ ധ്യാനത്തിനും ഇവരുടെ വിഷമമൊക്കെ കേൾക്കുകയും ഇവർക്ക് വേണ്ടി ഞാനൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തു.
അതിനുശേഷം ആ ചേച്ചി എന്നെ ഫോണിൽ വിളിക്കുമായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞ് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. എന്നിട്ട് കിട്ടുകൂടുക, ഇവൻ മരിക്കുന്നതിന് മുമ്പ് ഇപ്പം വീട്ടിൽ അമ്മയും ചേച്ചിയും ഇവിടെ അനിയത്തിയാരുണ്ട്, എല്ലാവരും കൂടി അവൻ പറഞ്ഞു അവന് സങ്കീർത്തനം വായിച്ച് കേൾക്കണം. അപ്പോൾ ഇവൻ ക്ഷീണാവസ്ഥയിൽ കിടക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം അല്ലെങ്കിൽ വായിച്ച് സങ്കീർത്തനങ്ങൾ കേട്ടു. അവർ അങ്ങനെ പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ ഇങ്ങനെ ഒരുക്കി അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു, ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മിടുക്കന് പയ്യനാണ്, നന്നായിട്ട് ഒരുങ്ങി. ആ 2 ധ്യാനം കൂടി ശരിക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങി. അവൻ സ്വർഗത്തിൽ ഉണ്ട്, ഉറപ്പാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ശവസംസ്കാരത്തിൽ നിന്ന് പോകാനൊത്തില്ല, എനിക്ക് പ്രോഗ്രാമുണ്ട്. അപ്പം ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് ഇവരൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ചേച്ചി ഒറ്റയ്ക്ക് ധ്യാനിക്കാൻ വന്നു. എനിക്കൊന്ന് അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ജീവിത പങ്കാളി ശവസംസ്കാരത്തിന് ഇവരുടെ വീട്ടിലാണ് മൃതശരീരമൊക്കെ. ശവസംസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഭർത്താവ് വരെ വന്നു, ചവടക്കിന് വന്നുകൂടി, സെമിത്തേരി വരെ വന്നു. ചവട് കഴിഞ്ഞു, ഭർത്താവിൻ്റെ വഴിക്ക് പോയി. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഇത്രമാത്രം അതിനൊക്കെ ഒരു വാക്ക് പറയുന്നു, മൃഗീയതയുള്ള മനുഷ്യരും ഉണ്ടെന്നുള്ളതാണ്. ഈ അടുത്ത നാളിൽ ഒരു അമ്മ അത് കറുകുറ്റി വെച്ച സംഭവം കഴിഞ്ഞ വർഷം വലിയ നോയമ്പിൻ്റെ സമയത്ത് ധ്യാനം നടക്കുമ്പോൾ ഒരമ്മ വന്നിട്ട് എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. വിദേശത്തുള്ള മകൻ നാട്ടിൽ വന്നിട്ടുണ്ട്. സ്വത്ത് അപ്പൻ വീതം വെച്ചപ്പോൾ ഈ മകനും ഒരു മകനേ ഉള്ളൂ, പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാർക്കൊക്കെ സ്ത്രീധനം കൊടുത്ത് വിട്ടതാ. പക്ഷേ പെങ്ങന്മാർക്കൂടെ ഈ അപ്പന് ഇച്ചിരി സ്ഥലമൊക്കെ വീതത്തിൽ ചേർത്ത് വെച്ചു കൊടുക്കാനായിട്ട്. ഇത് ഈ മകന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൻ എന്തൊക്കെ അസുഖം ഉണ്ടായിരുന്നു, കിഡ്നി സംബന്ധം എന്തോ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. മകൻ നാട്ടിൽ വന്നിട്ട് ഭാര്യ വീട്ടില. ഈ അപ്പൻ പെട്ടെന്ന് മരിച്ചു. ഈ അപ്പൻ്റെ ശവടക്കിന് പോലും ഈ മകൻ വന്നില്ല. അമ്മ മോടെ വീട്ടിലാണ് താമസിക്കുന്നത്, മോടെ കൂടെ. ഈ പിതാവിന്, അതായത് സ്വന്തം അപ്പൻ്റെ മൃതസംസ്കാര ചടങ്ങിന് പോലും കടന്നു വരാത്ത ഒരു മകൻ. എന്തു മകനായത്? ഇങ്ങനെയും മനുഷ്യരുണ്ടെന്നേ. കഠിനമായ ഹൃദയത്തിൻ്റെ ഉടമകൾ. ഈ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ മോനൊരു മാനസാന്തരം ഉണ്ടായിട്ട് അവനൊന്ന് തിരിച്ചു വീട്ടിലേക്ക് വന്നാൽ മതി. എൻ്റെ മോൻ്റെ കൂടെയും അവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. അവരുടെ കൂടെ മരണം വരെ ജീവിക്കണം. ഈ അമ്മയുടെ ആഗ്രഹമാണ്. പാവം കരയുക. ഇപ്പം മോടെ വീട്ടിലാണ് താമസിക്കും. ഒരു മോളും ഒരു മോനേ ഉള്ളൂ. ഉണ്ട് ഇങ്ങനെയും കഠിനമായ മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള മനുഷ്യരൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടെന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? സ്വന്തം അപ്പൻ മരിച്ചിട്ട് ശവടക്കിന് പോലും വരാത്ത മകൻ. അമ്മ പറയും, അവൻ നാട്ടിലുണ്ട്, വിദേശത്തായിരുന്നു, ഭാര്യ വീട്ടിലുണ്ട്, ഭാര്യ വീട്ടുകാരും വന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, എൽസമ്മ എന്ന ആ സഹോദരി, അത് മകൻ മരിച്ചു കഴിഞ്ഞ് പിന്നീട് എൻ്റെ ധ്യാനത്തിന് വന്നു. താമസമുള്ള ധ്യാനമാണ്. രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ട്. ഞാൻ കുട്ടിക്ക് പ്രാർത്ഥിക്കുക. ഏറ്റവും ലാസ്റ്റ് ഈ ചേച്ചി എൻ്റെ അടുക്ക വന്നു. എന്നിട്ട് ബ്രദറെ, ഞാൻ എൻ്റെ ഭർത്താവിന് പൂർണ്ണമായിട്ടും ക്ഷമ കൊടുത്തു. ഒത്തിരി വേദന എനിക്ക് തന്ന, പക്ഷേ ആ മനുഷ്യനോട് ഞാൻ പൂർണ്ണമായിട്ട് ക്ഷമിച്ചു. ബ്രദർ, ആ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മോനോ, അവൻ നഷ്ടപ്പെട്ടു, ഇനി ഒരു മോനോടെ ഉള്ളൂ, ഇനിയെങ്കിലും ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ ചേച്ചിയുടെ ഹൃദയമായത്. ആ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു. ആ ധ്യാനമൊക്കെ കഴിഞ്ഞു പോയി. എന്നെ വല്ലപ്പോഴും ഒക്കെ വിളിക്കാൻ ഇപ്പോൾ ഒത്തിരി കാലമായി എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല. അത് കഴിഞ്ഞൊരു 2-3 മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഞാൻ ദേവാലയത്തിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫോൺ നോക്കുമ്പോൾ ഈ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ എന്നെ ഫോൺ വിളിച്ചത്? ബ്രദറെ, ഇന്നത്തെ ദീപിക പത്രം ബ്രദറ് വീട്ടിൽ ആണോ? ഞാൻ ദീപിക വരുത്തുന്നത്. അതിൻ്റെ അകത്തെ പേജിൽ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഉണ്ട്, ആ വാർത്തയൊന്ന് വായിക്കണം. ഞാൻ പറഞ്ഞു, വായിച്ചു നോക്കാം, എന്താ സംഭവം? അതിൻ്റെ തലേദിവസം ഭർത്താവ് ഒരാളോട്ട് വഴക്കുണ്ടാക്കി ഒരാളെ കുത്തിക്കുന്നു. എന്തോ പറഞ്ഞ് മെസ്സേജാണ്. അത് മനസ്സിൽ വൈരാഗ്യത്തോടെ കരുതിയിട്ട് എൻ്റെ തലേദിവസം ആളിനെ കുത്തിക്കുന്നു. ഭർത്താവിൻ്റെ പോലീസ് പിടിച്ചു, ഫോട്ടോ സഹിതം വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ആ മനുഷ്യൻ ജയിലില്ല. ഞാൻ ആ വാർത്ത വായിച്ചു നോക്കി.
ഹോട്ടലിൽ എന്തോ തർക്കം ഉണ്ടായതാ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എന്തോ തർക്കം ഉണ്ടായതാ. എന്നിട്ട് ആ തർക്കം ഉണ്ടായ അവനെ അന്ന് വൈകിട്ട് തന്നെ കുത്തിക്കൊന്നു. ഹല്ലേലൂയ. അപ്പം ആ സഹോദരി അനുഭവിക്കുന്ന ഹൃദയവേദനയൊന്നും കണ്ടേ, അവരെപ്പോഴും ആശ്രയം ഈശോയിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയുമായിട്ട് ജീവിക്കുക. ഒരു മോൻ പോയി, ഇനി ഒറ്റ മോനൂടെ ഉള്ളൂ. ജീവിതത്തിൻ്റെ തകർന്ന വേദനകളും കണ്ണുനീരും അനുഭവങ്ങളും സഹനങ്ങളും അവിടെയൊക്കെ യേശുവിനെ മുറുകെ പിടിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തും വന്നോട്ടെ, കർത്താവിനെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതമല്ല, യേശുവിനെ വിട്ടുകൊണ്ട് ഒരു ജീവിതം നമുക്കില്ല. എനിക്ക് ജീവിതത്തിൽ സഹനമാണെങ്കിലും കണ്ണുനീരാണെങ്കിലും സന്തോഷമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എനിക്ക് യേശുവിനെ മാത്രം മതി. എനിക്ക് എൻ്റെ യേശുവിനെ വേണം. അവന് വേണ്ടി ഞാൻ ജീവിക്കും, അവന് വേണ്ടി മാത്രം ജീവിക്കും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.